ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ഒരു ആക്ച്വലി ഞാൻ ഗൈഡൻസ് കൊണ്ടുവരുന്നില്ല. ഒരു റീഡിങ് ചെയ്യാൻ പ്ലാനുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഇത് ഇടാമെന്ന് തോന്നി എനിക്ക്. റിലേഷൻഷിപ്പിൻ്റെ ആണ്. ഓക്കെ, നിങ്ങളുടെ ബന്ധം മുന്നോട്ടും നിലനിൽക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇന്നത്തെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഉണ്ടോ, അതായത് ഇത് ഫ്യൂച്ചറിലേക്കും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമോ അതോ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് എന്താവും, മുന്നോട്ടും നിലനിൽക്കുമോ എന്നുള്ളതാണ് മെയിൻലി. ഓക്കെ, നിലനിന്ന് പോവോ ഈ സംഭവം എന്ന് നോക്കാം. ഓക്കെ, 2 പൈൽ വയ്ക്കുന്നുണ്ട്, 1-2 ഡിഫറെൻറ്റ് ഡെക്സും എടുക്കുന്നുണ്ട്, പലതരത്തിൽ കുറച്ച് ഡിഫറെൻറ്റ് നമുക്ക് മീനിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2 ഡെക്ക് വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പൈൽ 1 പിങ്ക് റോസ് കോട്ട്സ് ഏഞ്ചൽ ആണ്. ഓക്കെ, പൈൽ 2 റെഡ് കാർണീലിയൻ റെഡ് കോഡ്സ് ആണിത്, ഏഞ്ചലാണ്. ഓക്കെ, ഫസ്റ്റ് പൈൽ പിങ്ക്, സെക്കൻഡ് പൈൽ റെഡ്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ബന്ധം മുന്നോട്ട് നിലനിൽക്കുമോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പൈൽ 1 നിങ്ങൾക്ക് എന്താ വരുന്നത് നോക്കാം. ആദ്യം മേജർ ആർക്കാനെന്ന് എടുക്കാം, പിന്നെ കുറച്ച് പേരെ ഡെക്കുന്ന യൂസ് ചെയ്യാം. ഒരു 2-3 ഡിഫറെൻറ്റ് ടൈപ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. ഗുഡ്. എംപറർ, ജസ്റ്റിസ്, ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നു കയ്യിൽ നിന്ന്. ഓക്കെ, എംപ്രസ്, വാവ്. ഓക്കെ, ആൻഡ് ദ സ്റ്റാർ, വാവ്, സൂപ്പറാണല്ലോ. ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് നിലനിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിലനിൽക്കും. ഓക്കെ, ഇവിടെ വളരെ വളരെ സ്ട്രോങ് ചാൻസസ് നിങ്ങളുടെ ഒരു മാരേജിൻ്റെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആരെങ്കിലും ലീഗലി സെപ്പറേഷൻ അങ്ങനെ വലുതൊന്നും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഒരു റീയുണൈറ്റ് ആവുന്നതായിട്ടാണ് ഈ കാർഡ്. മറക്കണമെന്ന് ഞാൻ നോക്കുകയാണ്. ഓക്കെ, സ്റ്റാർ കാർഡ് ഇവിടെ ഇരുന്നോട്ടെ അല്ലേ. ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ, നിങ്ങൾ തമ്മിൽ ലീഗലി സെപ്പറേറ്റ് ആവാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും, പക്ഷെ അത് അങ്ങനെ ഒരു സെപ്പറേഷൻ നടക്കുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കുമെന്നാണ്. ഓക്കെ, ന്യായമായ നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരുമെന്ന് പറയാം. മേ ബി നിങ്ങളിത് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന, ഓക്കെ, നിങ്ങൾക്ക് നീതി കിട്ടും എന്ന രീതിയിൽ പറയാം. ഓക്കെ, വേൾഡ് കാർഡാണ്. സോ ന്യൂ ബിഗിനിങ്സിൻ്റെ കാര്യമാണ് പറയാം. എൻഡിങ് കഴിഞ്ഞിട്ട് ന്യൂ ബിഗിനിങ് എന്നും പറയും. വേൾഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു എൻഡിങ് സിറ്റുവേഷൻ ആണെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആണ്, എൻഡിങ് പോലെ വരുന്നു, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവാൻ നോക്കുന്നു, ഡൈവേഴ്സ് നോക്കുന്നു, എന്ത് തന്നെ ആയാലും. ഓക്കെ, റിലേഷൻഷിപ്പ് ജസ്റ്റ് നിങ്ങൾ മാരീഡ് അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ബ്രേക്കപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ സിറ്റുവേഷൻ എൻഡ് ആയി എന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇല്ല, അതിനൊരു റീസ്റ്റാർട്ട് വരും. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് വരും എന്ന് പറയാം. ആൻഡ് എംപ്രസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മാരേജിൻ്റെ കാര്യം പറഞ്ഞത്. മോസ്റ്റ്ലി നിങ്ങൾ കുറേ പേരെങ്കിലും ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം ഇത് കാണുന്നത്. നിങ്ങൾ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ നിങ്ങൾ തമ്മിൽ ഡൈവേഴ്സ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല മേ ബി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ എൻഡിങ് ആവില്ല. അവർ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും തിരിച്ചു വരുന്നതായിട്ടാണ് പറയാം. ആൻഡ് ഇവിടെ സ്റ്റാർ കാർഡാണ്. സോ ഡെഫിനറ്റ്ലി ഹോപ്പാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോപ്പ് പറയും. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട്, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു പ്രതീക്ഷയുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു എൻഡിങ് ആയിട്ടല്ല കാണുന്നത്. നിങ്ങൾ തമ്മിൽ മുന്നോട്ടും ഈ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ആവാനും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു യൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും. ഓക്കെ, ആൻഡ് സിറ്റുവേഷനിൽ എന്തെങ്കിലും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് കൂടി നോക്കാം. ആങ്കറാണ്. ഗുഡ്. എന്താ കാര്യം, 36 ക്രോസ് ആണിത്. 1 ഇത് നമ്മുടെ ഇങ്ങനെ തിരിയുന്ന റൈഡർ എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, 13 ചിൽഡ്രൻ. ഓക്കെ, ആൻഡ് 12 ബേർഡ്. ഗുഡ്. ആക്ച്വലി 18 ഉണ്ട്, ലോയലാണ്. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ വളരെ പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ, നിങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ച് റീഡിങ് കാണുന്നത് ആ പേഴ്സൺ നിങ്ങളോട് ലോയലാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് ലേശം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം.
ആക്ച്വലി ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേർഡൻ എന്ന രീതിയിൽ പറയും അല്ലേ, എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് കണക്കാക്കിയാൽ മതി. പക്ഷേ അവർ ലോയലാണ് നിങ്ങളോട്. ഓക്കെ, അവർ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് ലോയലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ആവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ അത്രയും ഐ തിങ്ക് ആ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ്. ഇവിടെ ആങ്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഷിപ്പിന്റെ നമ്മൾ നങ്കൂരം എന്ന് പറയുന്ന അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഷിപ്പ് അനങ്ങില്ല അല്ലെ, എത്ര വലിയ ഷിപ്പാണെങ്കിൽ പോലും അനങ്ങില്ല. സോ ഇത് വളരെ ദൃഢമായ ഒരു ബന്ധമാണ്, നിങ്ങളുടെ സ്ട്രോങ് ആയ ഒരു ബന്ധമാണ്. ഇത് മുന്നോട്ടും നിങ്ങൾ നിലനിൽക്കും എന്ന് തന്നെ പറയാം. ആൻഡ് റൈഡർ ആണ്. സോ റൈഡർ പറയുന്ന നമ്മൾ ന്യൂസിന്റെ കാര്യം പറയാം. ആക്ച്വലി ബേർഡ്സും ന്യൂസ് ആണ് പറയാം. നല്ല ന്യൂസ് ആണ്, ആക്ച്വലി നല്ല ന്യൂസ് നിങ്ങൾക്ക് വരുമെന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ സെപ്പറേഷനോ വലുതൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. എന്നിട്ട് അവർ ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരും, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ പറ്റും. ചിലവർക്ക് ഇവിടെ കുട്ടികളുടെ കാര്യം ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞു മാരീഡ് ആണെങ്കിൽ യെസ് കുട്ടികളൊക്കെ ഇടയിലുണ്ടാവും. നിങ്ങൾ തമ്മിൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ബന്ധം അവസാനിക്കുന്നതായിട്ട് കാണുന്നില്ല. വേറെ റിലേഷൻഷിപ്സ് ആണെങ്കിലും അവിടെയും നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പേഴ്സൺ വളരെ ഇന്നസെന്റ് ആണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് കണക്ഷൻ എന്ന് പറയാം. ചെറുപ്പം തൊട്ട് അറിയാം നിങ്ങൾ പരസ്പരം, അങ്ങനെയൊക്കെ ആയിരിക്കാം. നിങ്ങളുടെ അത്രയും ദൃഢമായ ബന്ധമാണ്. ഇത് എൻഡ് ആവുന്നതായിട്ട് കാണുന്നില്ല. മുന്നോട്ടും ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് തീർച്ചയായിട്ടും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഒരു സംസാരിക്കൽ ആവശ്യമുണ്ട് ഇവിടെ. ആ രീതിക്ക് ഐ തിങ്ക് ആക്ച്വലി എല്ലാ കാർഡ്സും മിഡും പോസിറ്റീവാണ്. ഇതും നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, അവർ നിങ്ങളോട് പ്രോപ്പറായിട്ട് ഐ തിങ്ക് ഒരു മീറ്റിംഗ് നിങ്ങൾ തമ്മിൽ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം വരും. നിങ്ങളുടെ ആഗ്രഹം നടക്കും. വിഷിംഗ് വെല്ലാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആഗ്രഹം നടക്കുമെന്ന് പറയാം. ആൻഡ് സ്റ്റാർ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. സ്റ്റാറും നമ്മൾ വിഷാണ് പറയുക, ആഗ്രഹം. ഓക്കെ, ഹോപ്പ് എന്ന് പറയും. അതേപോലെയാണ് വിഷിംഗ് വെല്ലും. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തീർച്ചയായിട്ടും നടക്കും, നിങ്ങൾക്ക് നല്ലത് വരും. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഇവിടെ എൻഡ് ആയിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. ചില ബ്രേക്ക് വന്നതായിരിക്കാം, നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ ആവണ്ട. ഈവൻ കോർട്ട് കേസ് വരെ പോയിട്ടുണ്ടെങ്കിൽ പോലും അതവിടെ ആ ഒരു സിറ്റുവേഷൻ എത്തില്ല. ഓക്കെ, എത്തുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ചാടി വീണത് സെലിബ്രേഷൻ ആണ്. നോക്കാം. ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം സ്ലിപ്പ് ആവുന്നുണ്ട്, എന്താണെന്നറിയില്ല, എന്താ പ്രശ്നം എന്നറിയില്ല. എനിവേ ഓക്കെ, ഇതിൽ നിന്ന് കൂടി നമുക്ക് കുറച്ച് കാർഡ്സ് എടുക്കാം. ക്രാക്കർ, ഫുൾ കാർഡ്, ഗുഡ്. ഫ്ലവേഴ്സ്, ഇതും നേരത്തെ ചാടി അല്ലെ. ന്യൂ ബിഗിനിങ്, ഡയറക്ഷൻ ആൻഡ് അഡ്വെഞ്ചർ, വെയിറ്റ് ഫോർ ദോസ് റെഡി ടു ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുൻപ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക, ഫോർഗിവ് ചെയ്യുക. പരസ്പരം ഒന്ന് ഫോർഗിവ് ചെയ്ത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ല ഫ്യൂച്ചർ വരുന്നു എന്നാണ് പറയുന്നത്. പുതിയ തുടക്കങ്ങൾ, അഗെയിൻ പുതിയ തുടക്കം വരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ക്രാക്കേഴ്സ്, പോസിറ്റീവ് എനർജി സറൗണ്ട്സ് യു. ഓക്കെ, നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് എനർജി കൊണ്ടുവരിക ആക്ച്വലി ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലവ്, ജോയ് ആൻഡ് ഗുഡ് ഫോർച്യൂൺ അവേറ്റ്സ് യു എന്നാണ് പറയുന്നത്. ആൻഡ് ഫ്ലവേഴ്സ് ഉണ്ട്, ബി ജനറസ്, സക്സസ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആർ യുവേഴ്സ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്കെല്ലാം കിട്ടി കഴിഞ്ഞു എന്ന രീതിയിൽ ആണ് പറയുന്നത് ഇവിടെ കാർഡ്. ഓക്കെ, നിങ്ങൾക്ക് വരും, സന്തോഷങ്ങൾ വരും എന്ന് പറയാം, സക്സസ് വരും എന്ന് പറയാം. ഈവൻ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടും ഷെയറും ചെയ്യുക. ഓക്കെ, ആ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയറും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും, സന്തോഷങ്ങൾ വരും എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ, ഇത് എൻഡിങ് ഒന്നും അല്ല, റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻഡ് ആവുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ റെഡ് ആണ്. ഓക്കെ, റെഡ് ജാസ്പർ ആണ് തോന്നുന്നത്, കാണില്ല നല്ല. ഓക്കെ, ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഈ ഡെക്കുന്ന ആദ്യം എടുക്കാം. ഫസ്റ്റ് നമുക്ക് മേജർ ആർക്കാനയും നോക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ കാണുന്നതെന്ന്. ഓക്കെ, ഹെർമിറ്റ് കാർഡാണ് ആദ്യം. മജീഷ്യൻ, ഫൂൾ, ലവേഴ്സ് കാർഡ്, and the High Priestess.
ഓക്കെ, എനിക്ക് ഇവിടെ ഹെർമിറ്റ്, മജീഷ്യൻ, ഫൂൾ, ലവേഴ്സ്, ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ഇവിടെ സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോവും. ഓക്കെ, അങ്ങനെ പറയാം. ഒരു റീയൂണിയൻ വരുന്നുണ്ട് എന്ന് പറയാം. സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. ഹെർമിറ്റ് മോഡ് കാണുന്നുണ്ട്. മേ ബി ഒരാൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രണ്ടുപേരും നിങ്ങളുടെ സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഈ സിറ്റുവേഷൻ വീണ്ടും തിരിച്ചു വരും, മാനിഫെസ്റ്റ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷൻ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫുൾ കാർഡാണ്. സോ പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ ഒരു റിസ്ക് എടുത്ത് മേ ബി നിങ്ങൾ വീണ്ടും തിരിച്ചു വന്ന റീയൂണിയൻ ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടാവാം ഇപ്പം ചിലപ്പോൾ രണ്ടുപേരും. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട്, ഈ ബ്രേക്കിന് ഇപ്പോൾ ശരിക്കും പെർമനൻ്റ് ആയിട്ട് നമ്മൾ എൻഡായി പോവോ, അതോ ഈ പേഴ്സണും ഞാനുമായിട്ട് ഇനി ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നിങ്ങൾ അതുകൊണ്ടായിരിക്കാം ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയിരിക്കാം. മേ ബി അവർ മാറി നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ തന്നെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഈവൻ കോണ്ടാക്ട് ഉണ്ടെങ്കിലും അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആക്ച്വലി ഇതിവിടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാർഡായിട്ട് പറയാം. ഓക്കെ, ഇവിടെ ഹെർമിറ്റും ഇതും കൂടി നോക്കുമ്പോൾ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ പറയാം നമുക്ക്. മേ ബി നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്തിനായിരിക്കാം ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ. ആക്ച്വലി രാധാകൃഷ്ണ പറയുമ്പോഴും എപ്പോഴും നമ്മൾ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയും. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുമാണ്. നിങ്ങൾ തമ്മിൽ മേ ബി ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടി ആയിരിക്കാം ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് മജീഷ്യൻ പവേഴ്സ് ഉണ്ടാവാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഉണ്ടാവാം നിങ്ങൾക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുമെന്നും പറയാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഇത് മാനിഫെസ്റ്റ് ആയിട്ട് വരും എന്നുമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റീയൂണിയൻ പോസിബിൾ ആണ് എന്തായാലും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആവുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പവറുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങളെ ഒന്ന് സ്പിരിച്വൽ ആക്കാൻ വേണ്ടി വന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി മെഡിറ്റേഷനോ കാര്യങ്ങളിലേക്കോ ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മേ ബി നിങ്ങൾ ആ രീതിക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ഒരു പാത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, കാരണം രാധാകൃഷ്ണയുടെ നമ്മൾ സ്നേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അൺകണ്ടീഷണലായ സ്നേഹം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അൺകണ്ടീഷണലി നമ്മൾ സ്നേഹിക്കുക ഒരാളെ, ഒരു വ്യക്തിയെ എന്ന രീതിക്കാണ് ഇതിൽ പറയാറ്. അങ്ങനെയാണ് രാധാകൃഷ്ണയുടെ സ്റ്റോറി. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവും അവരെ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു റിയൂണിയൻ വരും എന്ന് പറയാം. ആൻഡ് ഓക്കെ, ഈ ഡെക്ക് നടക്കാം. എന്തായാലും ഇവിടെ റിലേഷൻഷിപ്പ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ ഇതെവിടെയോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയുടെ പാർട്ടായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ഈ കാർഡ്സും കൂടി എടുത്തിട്ട് ഞാനൊരു ഇത് പറയാം. റിലേഷൻഷിപ്പ് അങ്ങനെ എൻഡാവുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ന്യൂ ബിഗിനിങ് ഉണ്ട് ഇവിടെ, റിയൂണിയൻ ഉണ്ട്. സോ എൻഡാവുന്നതായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും. പക്ഷെ നിങ്ങളെ സ്പിരിച്വൽ പാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്ന ഒരു റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, അതായിരിക്കാം. നോക്കട്ടെ, സൺ, സ്നേക്ക്. ആക്ച്വലി ഞാൻ മുമ്പ് എൻ്റെ റീഡിങ്സ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ പാമ്പിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഇടയിൽ പെട്ടെന്ന് എപ്പോഴോ ഒരു മനസ്സിന് എപ്പോഴും പേടിയുണ്ട്. പക്ഷെ ആദ്യത്തെ ആ ഒരു അത്രയ്ക്കൊരു പേടി ഇപ്പം എനിക്ക് കാണുന്നില്ല. എന്താണെന്നറിയില്ല, എന്തോ മനസ്സിലൊരു ധൈര്യം എവിടെയോ. ഓക്കെ, ഇത് മെസ്സേജസ് ലെറ്റർ എന്ന രീതിക്കാണ് പറയുക, ലവ് ലെറ്റർ എന്ന് പറയാം ആക്ച്വലി. ഓക്കെ, അഗെയിൻ ഇതൊരു ഗാർഡൻ എന്നാണിത്. ആൻഡ് അഗെയിൻ ഇത് സ്റ്റാർസിൻ്റെ കാര്യമാണ്, വീൽ ഓഫ് ഫോർച്യൂൺ, സ്റ്റാർസ് എന്നൊക്കെ പറയാം. സണ്ണും സ്റ്റാറും ഉണ്ട്. ഓക്കെ, ഒരു കാർഡ് കൂടി ജസ്റ്റ് ഒന്ന്. അഗെയിൻ സെയിം തിങ്. ഓക്കെ, ഇവിടെ ആക്ച്വലി എനിക്ക് കാണുന്നത് നിങ്ങൾ ഇത് ഒരു പോസിറ്റീവ് ഫ്യൂച്ചർ ആയിട്ട് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സൺ നോ കോൺടാക്റ്റിലാണ്, ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ മേ ബി അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എവിടെയോ ആക്ച്വലി പാമ്പും നമ്മൾ പറയാറുണ്ട് ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട്. ഓക്കെ, സ്നേക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം കാണിക്കാറുണ്ട്. സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ സ്നേക്കിനെ കൂടുതൽ അതിലെന്തോ ഒരു കണക്ഷൻ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടി ഇവിടെ റെപ്രസെൻറ്റേഷൻ വന്നതുകൊണ്ട് മേ ബി നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലായിരിക്കാം ഇപ്പോൾ. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളൊരു ഒരു വ്യക്തിയെ, ഞാനതാ പറഞ്ഞത്, അൺകണ്ടീഷണലി നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ സ്നേഹിക്കാം എന്ന രീതിയിൽ. ഓക്കെ, അവരുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ അതിനെക്കുറിച്ച് കെയർ ചെയ്യാതെ നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും.
പക്ഷേ ഐ തിങ്ക് നിങ്ങൾ ഓക്കെ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇത് എന്താവും എന്ന് അറിയാനുള്ള ഒരു ഇതായിരിക്കാം. അന്നേരം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണോ എന്നൊക്കെ ചിലപ്പോൾ അറിയാൻ വേണ്ടിയായിരിക്കാം. യെസ്, നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണ്. ഓക്കെ, അപ്പോൾ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു കാര്യം കാണുന്നുണ്ട്. മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് ഒരുപാട് ഓവർ ആവാതെ നിങ്ങൾ അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം എന്നുണ്ട്. ഓക്കെ, ഇവിടെ സണ്ണും സ്റ്റാറും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരു ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷയുണ്ടെന്ന് നമുക്ക് പറയാം. സണ്ണ് ഹാപ്പിനെസ്സിൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നും പറയാം. ഓക്കെ, വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പേഴ്സൻ്റെ. ആക്ച്വലി അവർ നിങ്ങളോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഓക്കെ, അവർ നിങ്ങളോട് ചിലപ്പോൾ മെസ്സേജ് അയച്ച് ഇത് വായിക്കാനൊന്നും കിട്ടുന്നില്ല കേട്ടോ, അത് ഫ്രഞ്ചോ മറ്റെയാണ്, വായിക്കാനൊന്നും കിട്ടില്ല. ഓക്കെ, പക്ഷെ ഇതൊരു മെസ്സേജാണ്. അതായത് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ ഒരു ലവ് ലെറ്റർ എഴുതി എന്ന രീതിക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും എന്ന് പറയാം. അതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. മേ ബി യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ പോലും ആ സ്ട്രോങ് ബോണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ആൻഡ് സൺ ഹാപ്പിനെസ് ആണ് തീർച്ചയായിട്ടും. സ്നേക്ക് എന്ന് പറയുന്നത് ഒരു നമ്മൾ വാർണിംഗ് ആയിട്ട് പറയാറുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് ആ സ്പിരിച്വൽ കണക്ഷൻ തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ ചിലവർക്ക് ഇവിടെ ആരെങ്കിലും ഇടയിൽ കളിക്കുന്നുണ്ടാവാം. നമ്മൾ ഹൈ പ്രീസ്റ്റസും നമ്മൾ തേർഡ് പാർട്ടി കാർഡ് പറയാറുണ്ട്. സോ മേ ബി ഇവിടെ ആരെങ്കിലും ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, ചിലവർക്ക് അതും ആവാം, ആ സിറ്റുവേഷനും ആവാം. അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസ് കോസ് ചെയ്യുന്നുണ്ട് എന്നും പറയാം. പാമ്പ് നമ്മളതും റെപ്രസെൻറ്റേഷൻ പറയും. ഒരു എനിമി നിങ്ങളുടെ ഇടയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയാം. ഓക്കെ, അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഓക്കെ, അവർ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുക. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തമ്മിൽ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാനും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവർ മുന്നോട്ട് വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്നും എടുക്കാം ഇതിനെ. ആക്ച്വലി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇത് സ്റ്റാർസൊക്കെ ആണ്, പക്ഷെ എനിക്ക് എവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു സൈൻ ആയിട്ടാണ് തോന്നാറ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ സമയം മാറി വരും, സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ട് വരും എന്നാണ് പറയുക. ഓക്കെ, നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രേയേഴ്സും കാര്യങ്ങളും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേറെയും നല്ല കർമ്മയൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സന്തോഷം വരും. ഓക്കെ, ഹാപ്പിനെസ് വരും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇതും ഒരു ന്യൂസ് വരുന്ന ഒരു കാര്യമാണ്. റൈഡർ എന്നാണ് പറയുക, ഒരു ന്യൂസ് വരുന്ന ഒരു കാര്യമാണ്. അതൊരു ഹാപ്പി ന്യൂസാണ്. ആൻഡ് ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു ഹാപ്പി മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഐ തിങ്ക് ഇത് റിലേഷൻഷിപ്പ് അങ്ങനെ എൻഡായി പോവില്ല ഇതും ഇവിടെ. പക്ഷെ അതൊരു ചെറിയ ഫസ്റ്റ് പൈലും ഇതും തമ്മിൽ ചെറിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ പൈലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്പിരിച്വൽ കാര്യങ്ങൾ തോന്നുന്നുണ്ട്. മേ ബി നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് എന്ന് പറയാം. അതായത് നിങ്ങളെ ഈ പേഴ്സൺ വേദനിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ഇടയിൽ വന്ന് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാക്കുക എന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എവിടെയോ സ്പിരിച്വൽ ആ പാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഒറക്കൽ മെസ്സേജ് കൂടി നോക്കാം. ഗോൾസ്, ബർത്ത്, സെലിബ്രേഷൻ, ഗുഡ്. ആൻഡ് ഇവിടെ വാവ്, ഇതിടയിൽ കൂടെ ഇതിങ്ങനെ ഞാൻ സൈഡിൽ കൂടെ കണ്ടതാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ ഇല്ലേ, കാർഡ് പോലെ തന്നെ ഇല്ലേ, ഓൾമോസ്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും വായിച്ചില്ലെങ്കിൽ കാണുമ്പോൾ സെയിം പോലെ ഇല്ലേ, ഒരു ലെറ്റർ വരുന്ന പോലെ അല്ലേ. ഓക്കെ, ഫൈൻ. വിഷ് ഉണ്ട് ഇവിടെ. യുവർ ഹാർട്ട്സ് ഡിസയർ ഈസ് റെഡി ടു കം ട്രൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും. സ്റ്റാർ വിഷ് എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. ആൻഡ് ഗോൾസ്, പ്രോഗ്രസ് ഈസ് പോസിറ്റീവ് ആൻഡ് പേഴ്സണൽ ഗോൾസ് വിൽ ബി അച്ചീവ്ഡ്. നിങ്ങളോട് പറയുന്നത് ഓക്കെ, നിങ്ങൾ ഈ സ്പിരിച്വൽ ഗ്രോത്തിൽ വരുന്ന ആൾക്കാർക്ക്, സ്പിരിച്വൽ പാത്തിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ട് നിങ്ങളുടെ ലൈഫിൻ്റെ. ഓക്കെ, നിങ്ങൾ അവനവനിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. മറ്റേ പേഴ്സണിനെ നിങ്ങൾ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുണ്ട്, യെസ്, ഓക്കെ, പക്ഷെ അത് വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങളുടെ ലൈഫ് കളയാനുള്ളതല്ല. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സോൾ ഗ്രോത്ത്, നിങ്ങളുടെ സോൾ പർപ്പസ് ഉണ്ടാവാം. ഓക്കെ, ഈവൻ മണി ഏണിംഗ് ആണെങ്കിലും, ജോലിയിലെ കരിയറിൽ ബെറ്റർ ആവാനാണെങ്കിലും
എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചില ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാണ്ട് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, അത് അച്ചീവ് ആവും നിങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ആൻഡ് ബർത്ത് ഉണ്ട്, യൂണിവേഴ്സൽ എനർജി ബ്രിങ്സ് യു ഓപ്പർച്യൂണിറ്റി ആൻഡ് പോസിബിലിറ്റി. ചിലവർക്ക് പ്രഗ്നൻസിയുടെ കാര്യമായിരിക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി നിങ്ങൾ മാരീഡ് വല്ലവരൊക്കെ ആണെങ്കിൽ യെസ്, നിങ്ങൾക്കൊരു ബർത്ത് കാണുന്നുണ്ട്, ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരും, ഒരു എന്തെങ്കിലും അവസരം വരും, അല്ലെങ്കിൽ ഒരു ഓക്കെ, ഇവിടെ ബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു പുതിയ കാര്യം തുടങ്ങാനോ പുതിയതൊരു അവസരം വരുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, സെലിബ്രേഷൻസ്, യു ആർ റെഡി ടു ബ്രിങ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് തിങ്സ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ മാറ്റങ്ങൾ വരുന്നു തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയോ നിങ്ങളെ ആ സ്പിരിച്വൽ ഗ്രോത്തും യൂണിവേഴ്സൽ പവറിലേക്കും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുക. ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ്. ആ സ്പിരിച്വൽ പാത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യാനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ കാര്യങ്ങൾ വരും എന്നാണ്. ഓക്കെ, ഈ പേഴ്സണുമായിട്ട് റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നിങ്ങൾ അവനവൻ്റെ മേലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഐ തിങ്ക് ഒരു സൈലൻറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് സമയം കൊടുത്തേക്കാം. അവർ മെല്ലെ വരട്ടെ, ഹീലായിട്ട് വരട്ടെ. നിങ്ങൾ ഹീലാവുക ആദ്യം. ഓക്കെ, സോ സെക്കൻഡ് പൈലിന് ഇതായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.